ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ലിയ. എല്ലാവരും രുചിഗ്രഹത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ ബിഗ് ഷെഫ് വന്നിരിക്കുന്നത് തനി നാടൻ സ്റ്റൈൽ ഡിഷുമായിട്ടാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് തികച്ചും ഒരു തിരുവിതാംകൂർ സ്റ്റൈൽ കപ്പ ബിരിയാണിയാണ്. കപ്പ ബിരിയാണി നമ്മൾ പല സ്ഥലത്തു നിന്നൊക്കെ കഴിച്ചിട്ടുണ്ടാവും. പക്ഷേങ്കിൽ ഞങ്ങൾ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് കപ്പ ബിരിയാണിയാണ്. അത് നിങ്ങൾ എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കണം. അതിൻ്റെ കമൻസ് ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട റെസിപ്പിയിലേക്ക് പോവാം. കപ്പ ബിരിയാണി തയ്യാർ ചെയ്യാൻ വേണ്ടി ഒരു പാൻ നമ്മൾ അടുപ്പിൽ വെച്ചു. അതിനകത്ത് 1 കപ്പ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായ ശേഷം അതിലേക്ക് സബോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുക, 2 സബോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. നമുക്ക് കുറേശ്ശെ ഇട്ട് ഗോൾഡൻ ബ്രൗൺ കളറിൽ നമുക്ക് വറുത്തെടുക്കാം. ചെറുതായ രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് ഇത് മൂത്ത് കിട്ടാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടെ അതിൻ്റെ മുകളിൽ മുഴുവനാണ്. ഉള്ളി മൂത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇളക്കി യോജിപ്പിച്ച് നമുക്കത് കോരിയെടുക്കാം. നമ്മൾ പഞ്ചസാര ഇട്ടത് ഒരു തകർച്ച കിട്ടാൻ വേണ്ടിയാണ്. ഇനിയും നമുക്ക് ബാക്കിയുള്ളതായ സവോളയും കൂടെ അതുപോലെ വറുത്തെടുക്കാം. കപ്പ ബിരിയാണിക്ക് വേണ്ടി തേങ്ങ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു 1.5 മുറി തേങ്ങയാണിത്. ഒരു തേങ്ങയും പിന്നെ ഒരു 1/2 മുറിയും കൂടെ. ഇത് തികച്ചും ഒരു തിരുവിതാംകൂർ സ്റ്റൈലിലാണ് ഞങ്ങൾ ഈ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇതുപോലെ ആരും ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം ഉള്ളിയൊക്കെ വറുത്ത് ചേർത്ത് വളരെ രുചികരമായ രീതിയിലാണ്. ഒരു കിടിലൻ കപ്പ ബിരിയാണിയാണ്. ഞങ്ങൾ ഈ പറയുന്ന മെത്തേഡിൽ തന്നെ അത് ഉണ്ടാക്കിയെടുക്കണം. സബോളയൊക്കെ വറുത്ത് തേങ്ങയൊക്കെ വറുത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ അതിമനോഹരമായ ടേസ്റ്റ് ആയിരിക്കും. ഇതിങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്കിങ്ങനെ വറുത്ത് കൊടുക്കാം. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി 3 കിലോ കപ്പയാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അത് നല്ല വൃത്തിയായിട്ട് കഴുകി ഈ പരുവത്തിൽ കൊത്തിയെടുത്തിട്ടുണ്ട്. ഇത് തിളയ്ക്കുന്ന വെള്ളത്തിലേക്കിട്ട് നമുക്ക് വെന്തെടുക്കാം. അതിനുവേണ്ടി ഒരു വലിയ ചെരുവ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കപ്പ ഇടും. കപ്പ ഇട്ടിട്ട് കപ്പ മൂടി കിടക്കുന്ന മാതിരി വെള്ളം കിടക്കണം. അങ്ങനെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഊറ്റിയെടുക്കാം. വെള്ളം നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കപ്പ ചേർത്ത് കൊടുക്കാം. കപ്പ ഇട്ടിട്ടുണ്ട്. ഏതാണ്ട് ഈ പരുവം വെള്ളം കിടക്കണം. വെന്ത ശേഷം നമുക്ക് അത് വാങ്ങിയെടുക്കാം. മൂടി വെച്ച് നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. സമയം എത്രയായെന്നുള്ളത് പിന്നെ പറയാം. നമുക്ക് ഇറച്ചി തയ്യാറാക്കാൻ വേണ്ടി ഒരു കുക്കർ അടുപ്പിലേക്ക് വെക്കാം. അതിനുള്ള മസാല ആദ്യം പ്രിപ്പയർ ചെയ്യാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുകയാണ്. എണ്ണയൊന്ന് ചൂടായ ശേഷം അതിലേക്ക് ഒരു 50 ഗ്രാം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞാണിത്. വെളുത്തുള്ളി ഇഞ്ചി അല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. കാരണം കപ്പയ്ക്ക് ഇറച്ചിക്കൊക്കെ നല്ല ഫ്ലേവർ കൊടുക്കും, നല്ല രുചിയും കിട്ടും. നല്ലതുപോലെ ഇളക്കി വെള്ളം വറ്റി കഴിയുമ്പോൾ അടുത്ത മസാലകൾ നമുക്ക് ചേർക്കാം. നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതുകൂടെ ചേർത്ത് നമുക്ക് ഇളക്കാം. മസാലയൊക്കെ മൂത്ത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇറച്ചി ചേർക്കാൻ പോവാണ്. ഇത് 1.5 കിലോ എല്ലാണ്. നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിരുന്നതാണ്. ഇത് നമ്മൾ ഇതിലേക്ക് ചേർക്കുക. നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യാം. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു വെക്കാം. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഇത് എത്ര വിസിലടിച്ചു എത്ര സമയമായെന്നുള്ളത് ഞങ്ങൾ തുടർന്നായിട്ട് പറയാം. മസാലയൊക്കെ റെഡി ആയല്ലോ. അതിലേക്ക് നമുക്കൊരു 150 ഗ്രാം ചെറിയ ഉള്ളി കൂടെ ചേർക്കാം. ഇത് നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ അന്നേരം ചേർത്താലും മതി, ഇപ്പോൾ ഇട്ടാലും മതി. പക്ഷേ ആദ്യം ഇടുകയാണെങ്കിലും ഇത് ടേസ്റ്റിന് വേണ്ടിയാണ് നമ്മൾ ഈ ചെറിയ ഉള്ളി ചേർക്കുന്നത്. ചെറിയ ഉള്ളി കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. ബീഫ് വെന്തിട്ടുണ്ട്. ഞങ്ങൾക്കിതൊരു 6 വിസിൽ അടിച്ചു. അപ്പോഴാണ് ബീഫ് വെന്തത്. ഇനി നമുക്കിത് കപ്പയായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി മാറ്റാം. കപ്പ നല്ലതുപോലെ വെന്ത് എടുത്തിരിപ്പുണ്ട്. നമുക്കതിലേക്ക് ഇറച്ചി ചേർക്കാം. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നതായ ഉള്ളി ചേർക്കുന്നു. തേങ്ങ 1.5 മുറി വറുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ ചേർക്കുന്നു. ഒരു ഗ്രന്ഥ കരിവേപ്പിലയും കൂടെ, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. നമുക്കിതുപോലെ ഒരു തുടുപ്പ് ഉപയോഗിച്ച് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. നല്ല ഇതിനൊക്കെ ഇളക്കുന്നതിന് നാട്ടിലൊക്കെ പറയുന്നത് തുടുപ്പെന്നാണ് പറയുന്നത്. ഇത് സ്പെഷ്യൽ സാധനമാണ് പനയുടെ. ഇളക്കി നല്ല യോജിപ്പിക്കാം. ബിരിയാണി നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കിയിട്ട് പോരാഴി ഉണ്ടെങ്കിൽ ഒക്കെ ചേർത്ത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നല്ല സ്വാദിഷ്ടമായ തിരുവിതാംകൂർ സ്റ്റൈൽ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഞങ്ങളെ അതിൻ്റെ കമൻസുകളൊക്കെ അറിയിക്കണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്ന് അതിൻ്റെ അടുത്തുള്ളതായ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞങ്ങളിടുന്നതായ റെസിപ്പിയിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, താങ്ക്സ്.